Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റൂട്ട് മീഡിയ ഈസി റെസിപ്പീസ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേത്തൽ ചിക്കൻ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കേത്തൽ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് കേത്തൽ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം പീസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മീഡിയം പീസ് ആയിരിക്കും നല്ലത്. അടുത്തത് മസാല ഉണ്ടാക്കാനായിട്ട് 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 പിടി കുഞ്ഞുള്ളിയുണ്ട്. പിന്നെ 3 അല്ലി വെളുത്തുള്ളി. പിന്നെ 1 മീഡിയം പീസ് ഇഞ്ചിയും. പിന്നെ മുളക് പൊടി, ഉപ്പ്, ജീരകവും കുരുമുളകും. വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതും ഈസ്റ്റേൺ ഇന്ത്യയാണ്. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി വേണം ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മൾ പാൻ ചൂടാക്കിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് വറ്റൽമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഒരു സൈഡ് തന്നെ കറുത്ത് കഴിഞ്ഞാൽ അത് ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലവും നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കേത്താലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വറ്റൽമുളക്. നമുക്കിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ജീരകവും കുരുമുളകും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. അത് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കരിയാൻ പാടില്ല. ഞാനിതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ജീരകവും 1 സ്പൂണ് കുരുമുളകുമാണ് എടുത്തിട്ടുള്ളത്. ജീരകം കൂടുതലിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടെ മുന്നിൽ നിൽക്കണം കേത്താലിന്. നമുക്ക് ചൂടായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമുക്കിനി അടുത്തതായിട്ട് കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുക്കാം. നമുക്ക് കല്ലി വെച്ച് തന്നെ അങ്ങ് ചതച്ചെടുക്കാം. അതാകുമ്പോൾ അതിൻ്റെയൊക്കെ നീര് വരും. പിന്നെ നമുക്കുള്ള ജീരകവും കുരുമുളകും വറ്റൽമുളകും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് തണുക്കാൻ പാടില്ല കേട്ടോ വറ്റൽമുളക്. അതിന് മുന്നിൽ തന്നെ നമുക്കിത് പൊടിച്ചിങ്ങെടുക്കാം. ഒരുപാട് അരയാനും പാടില്ല. ഒരു തരിയൊക്കെ കുറച്ച് കിടക്കണം. നമുക്കിത് പൊടിച്ചെടുക്കാം. ഏകദേശം ഇതുപോലെയൊക്കെ കിട്ടിയാൽ നല്ലതായിരിക്കും. ഒരുപാട് പൊടിയാനും പാടില്ല, എന്നാൽ കുറച്ച് തരിയും വേണം. നമുക്കിനി ചിക്കനിലേക്ക് ഇതൊക്കെ പുരട്ടാം. ആദ്യമേ തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ചേർക്കാം. അതിനുശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കുരുമുളകും ജീരകവും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ വറ്റൽമുളക് ഇതുപോലെ കുറച്ച് തരിതരിയായിട്ട് വേണം. ജീരകവും മുഴുവനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പൊടിയായിട്ടിട്ടാൽ മതി. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലരിതിൽ കളർ ചേർക്കും. ഞാനിതിൽ കളർ ഉപയോഗിക്കുന്നില്ല, നല്ല റെഡ് കളർ കിട്ടാനായിട്ട്. അതിന് പകരം നമുക്ക് നമ്മുടെ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എരിവ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുരുമുളക് ചേർത്തോ അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പക്ഷെ കുറച്ചിടുന്നതായിരിക്കും ടേസ്റ്റ്. നമുക്കിനി ഇതൊരു 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതാകുമ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ ചിക്കനിൽ പിടിക്കും. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ വെക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം, അതായിരിക്കും ടേസ്റ്റ്. നമുക്കിനി ഇതിലേക്ക് ഓരോരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ചിക്കനിൽ നല്ലതുപോലെ കിട്ടും. ഞാനിപ്പോൾ ഇതിൽ 1 തണ്ട് കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട് ആദ്യത്തെ സെറ്റിൽ. പിന്നെ ഇടയ്ക്ക് പകുതി ഫ്രൈ ആയി കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതാകുമ്പോൾ ഉള്ളു നല്ലതുപോലെ വേകുകയും ചെയ്യും. പിന്നെ നമ്മൾ തുറന്ന് വെച്ച് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അത് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കണം. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് കൂട്ടത്തിൽ വലിയ പീസ് ഉണ്ടെങ്കിൽ അത് 1-2 വട്ടമായിട്ട് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് എല്ലാ സ്ഥലവും നല്ലതുപോലെ ഫ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് എല്ലാം.
ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല, നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നല്ല മണം, കറിവേപ്പിലിൻ്റെയൊക്കെ നല്ല മണമുണ്ട്. നമുക്കിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെക്കുമ്പോൾ ഒരു ടിഷ്യൂം കൂടെ അടിയിൽ വെക്കണം. അതാകുമ്പോൾ എക്സ്ട്രാ എണ്ണയൊക്കെ ഉള്ളത് ടിഷ്യൂ അങ്ങ് എടുത്തോളും. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ ബാക്കിയുള്ള ഇങ്ങനെ കിടക്കുന്ന മട്ടെല്ലാം മാറ്റണം. രണ്ടാമത് ചിക്കൻ ഇടുവാണെന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇത് കിടന്നിട്ട് ഒരുപാടങ്ങ് കരിയായി പോവും, പിന്നെ ആ ഒരു ടേസ്റ്റോട് ചിക്കനിൽ പിടിക്കും. അങ്ങനെ നമ്മുടെ കേത്താൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇങ്ങനൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.